ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു നീക്കി. കലുഷിതമാവുകയാണ് തെരുവുകൾ. വ്യാപകമായ പ്രതിഷേധം. ക്യാമ്പസിൽ കയറി കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥികളെ പോലീസ്. ക്യാമ്പസിലേക്ക് ഓടിക്കയറിയ പോലീസ് സംഘം വിദ്യാർത്ഥികളെ പ്രതിഷേധത്തിന് മുൻപ് തന്നെ ബലം പ്രയോഗിച്ചു കീഴടക്കി. വലിച്ചിഴച്ചും തള്ളിയും കസ്റ്റഡിയിലെടുത്തു. ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനാണ് ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ വസ്ത്രം പോലും നോക്കാൻ ഞങ്ങൾ അത്രയും വലിച്ചു ചേർത്ത് പോലും ഞാൻ നിൽക്കുന്നത്. അറസ്റ്റിനെ പ്രതിരോധിക്കുന്നവരെ കൈകാര്യം ചെയ്ത് തന്നെയാണ് ഡൽഹി പോലീസ് വാഹനത്തിനകത്തേക്ക് കയറ്റുന്നത്. ക്ലാസ്സിലേക്ക് നടന്നുപോയവരെയും കസ്റ്റഡിയിലെടുത്തുവെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. സർവകലാശാല സെക്യൂരിറ്റി ജീവനക്കാരും പോലീസിനൊപ്പം വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്തു. തൂക്കിയെടുത്താണ് വാഹനത്തിലേക്ക് കയറ്റിയത്. സംസ്ഥാനത്തും ശക്തമായ പ്രതിഷേധമുണ്ടായി. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പൗരത്വ നിയമത്തെക്കുറിച്ച് നമ്മുടെ യുവതലമുറയ്ക്ക് എന്താണ് പറയാനുള്ളത്? കേൾക്കാം. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു SBIയോട് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ രേഖകൾ നാളെ തന്നെ സമർപ്പിക്കണം എന്നുള്ളത്. അതിൽ നിന്നും ഒളിച്ചോടാനുള്ള, അതിൽ നിന്നും ഒരു ഇലക്ഷനാണ് നമുക്കറിയാം. അപ്പോൾ ഹെഡ്ലൈൻസ് മാനേജ്മെൻറ്റ് ടാക്ടിക്സ് ആണ് മോദിയുടെ. ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ ഇരിക്കാനുള്ള ഒരു അജണ്ട മാത്രമാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പ്ലെഡ്ജ് പറയുന്നുണ്ടല്ലോ, ഇന്ത്യ ദാറ്റ് ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പറയുമ്പോൾ ഈ ഒരു ജനതയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമുക്ക് പറയാൻ കഴിയുക? അതിനുള്ള ഒരു അനിവാര്യത എന്താണെന്നുള്ളത് വ്യക്തമായി പരിശോധിച്ച് പോകേണ്ടതാണ്. മതമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ഇവിടെ കയറി ചെല്ലാൻ ഒരു ഇത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. മുസ്ലിം വിഭാഗത്തെയോ മാത്രമല്ല, മറിച്ച് ജൂസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും മതമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ പോലും ഇവരാരെയും ഇതിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇതിനർത്ഥം ഇവിടുത്തെ മെജോറിറ്റിയിൽ വരുന്ന ഒരു രാഷ്ട്രീയം കളിക്കൽ മാത്രമാണ് BJP ഇതാക്കുന്നത്. നമ്മൾ പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ എന്താ പറയുക, മതരാഷ്ട്രം ഉണ്ടാക്കലാണ്. ആ മതരാഷ്ട്രത്തിലോട്ടുള്ള പടവുകൾ ഓരോന്നായി ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് പ്രതിരോധിക്കാനാകുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് നടക്കില്ല എന്ന് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അത് വോട്ടിലൂടെ രേഖപ്പെടുത്തണം എന്ന് കൂടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാം. രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് അധികാരത്തിലേറിയ ഒരു ഭരണകൂടമാണെന്ന്, എന്നിട്ട് ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൂല്യങ്ങളെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് ആ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഒരു രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട മതവിഭാഗത്തിലെ ആൾക്കാരെ ചവിട്ടുകൊട്ടയിലേക്ക് തള്ളിയെറിയുന്നത് പോലെ അവർക്ക് പൗരത്വം കൊടുക്കാതെ മാറ്റി നിർത്താൻ സാധിക്കുക എന്ന് അറിയാത്തതുകൊണ്ട് ചോദിച്ചു പോവുകയാണ്. CAA വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗും DYFIയും സുപ്രീം കോടതിയെ സമീപിച്ചു. നിയമം മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്ന ഹർജികളിൽ ചൂണ്ടിക്കാട്ടൽ. അതിനിടെ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടൽ സജ്ജമായി. ഡൽഹിയും അസമും ബംഗാളും ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CAA വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കിയുള്ള പൗരത്വ നിയമം
ഭിന്നിപ്പിനും മതധ്രുവീകരണത്തിനും കാരണമാകുമെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. CAAക്കെതിരായ ഹർജികൾ നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇത് തീർപ്പാകും മുൻപ് നിയമം നടപ്പിലാക്കുന്നത് തെറ്റായ നിലപാടാണ് എന്ന് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നു. പൗരത്വത്തിനായി അപേക്ഷിക്കാൻ മുസ്ലിങ്ങൾക്കും അനുമതി നൽകണമെന്ന് ലീഗ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. CAA നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2019 ഡിസംബറിലാണ്. അതിനുശേഷം 4 വർഷം കഴിഞ്ഞു. 4 വർഷത്തോളമായിട്ട് ഒന്നും ചെയ്തിരുന്നില്ല. ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ചട്ടങ്ങളൊന്നും അവർ പാസ്സാക്കിയിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു സമയത്താണ് അവർ ചട്ടങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വരും. ആ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പൗരത്വം കൊടുക്കേണ്ട ഒരു പ്രത്യേക ജനവിഭാഗങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പൗരത്വം കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരികയാണ്. ഇനിയിപ്പോൾ ഈ കേസാണെങ്കിൽ സുപ്രീം കോടതിയിൽ പെൻഡിങ്ങുമാണ്. CAA വിജ്ഞാപനം ഉടൻ സ്റ്റേ ചെയ്യണമെന്ന് DYFIയും കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലുള്ള 6 ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടൽ സജ്ജമായി. അസമിൽ 16 പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. ഡൽഹി, ബംഗാൾ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലും ആളുകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വർഗീയ സമീപനവുമായി ഇറങ്ങിയതാണ് BJP എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നു. രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു തരംതാണ തന്ത്രമാണ് മോഡി ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ 4 വർഷം 3 മാസം എന്തിന് ആക്ട് പാസ്സാക്കി കാത്തിരിക്കുന്നത്? എന്താണ് ഇതിന് ന്യായീകരണം? ഇതൊക്കെ തന്നെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. ജനങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. പൗരത്വ നിയമ ഭേദഗതി 2019 അവസാനമാണ് രാജ്യത്ത് വൻ പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. തെരുവും കോടതിയും പോരാട്ടവേദിയായപ്പോൾ നിയമം നടപ്പിലാക്കുന്നത് 4 വർഷം നീട്ടിവെച്ചു കേന്ദ്ര സർക്കാർ. എന്താണ് CAA? എന്തുകൊണ്ടാണ് പ്രതിഷേധം? വിശദമായി നോക്കാം. 2019 ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നുവെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നിയമം നടപ്പിലാക്കിയില്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈൻ, ക്രിസ്ത്യൻ, ബുദ്ധ, പാർസി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് അന്ന് പാർലമെന്റ് പാസാക്കിയത്. അതുപ്രകാരം 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയവർക്ക് പൗരത്വത്തിനായി അപേക്ഷിക്കാം. 6 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചവർക്കാണ് അപേക്ഷിക്കാനാവുക. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മുസ്ലിം ജനവിഭാഗത്തിലുള്ളവർക്ക് പൗരത്വത്തിനായി അപേക്ഷിക്കാൻ പറ്റില്ല എന്നതാണ് ഈ നിയമത്തിൻ്റെ വലിയ പ്രശ്നം. മതേതര രാജ്യമായ ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നുവെന്ന ആക്ഷേപത്തിന് ഈ പ്രശ്നം വഴിവെച്ചു. രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് 2019 ഡിസംബർ മുതൽ 4 മാസം സാക്ഷിയായത്. പ്രതിഷേധം ആളിക്കത്തി. ഡൽഹിയിലെ ഷഹീൻബാഗ് സമരത്തിന്റെ അടയാളമായി. കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങി സംസ്ഥാന സർക്കാരുകൾ തന്നെ CAAക്കെതിരെ രംഗത്ത് വന്നു. സർക്കാരുകളും സംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതോടെയാണ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ കാലതാമസം വരുത്തിയത്. ത്രിപുര, മിസോറാം, അസം, മേഘാലയ സംസ്ഥാനങ്ങളിലെ ഗോത്ര മേഖലകളിൽ നിയമം ബാധകമാവില്ല. അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ സംസ്ഥാനങ്ങളും നിയമത്തിന് പുറത്താണ്. CAAയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അവ തീർപ്പാകും മുൻപാണ് ഇപ്പോൾ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിനൊഴികെ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കി. അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നതിൽ ലീഗ് എതിരല്ല. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിയിട്ടുള്ള ഈ നിയമത്തിനോടാണ് എതിർപ്പ് പറഞ്ഞിരിക്കുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം മതം മാനദണ്ഡമാക്കിയിട്ടുള്ളൊരു നിയമം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള അഭയാർത്ഥികൾക്ക് കൂടി പൗരത്വത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യണമെന്നും പക്ഷേ അവരുടെ പൗരത്വം അന്തിമവിധിക്ക് വിധേയമായിട്ട് മാത്രം പരിഗണിച്ചാൽ മതി എന്നുള്ളൊരു ആവശ്യം കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. വീണ്ടും തെരുവും കോടതിയും പോരാട്ട വേദിയാവുകയാണ്. അത് പൊതു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് എന്നത് ശ്രദ്ധേയം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്. സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് സർക്കാരും പാർട്ടിയും പറഞ്ഞിട്ടുണ്ട് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തുക എന്നത് മതേതരത്വത്തിന്റെ അടിസ്ഥാനമാണ് എന്നും MV ഗോവിന്ദൻ. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർപെടുത്തുക എന്നതും രാഷ്ട്രീയം മതത്തിൽ ഇടപെടാൻ പാടില്ല എന്നതും
മതേതരത്വത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളായിട്ടാണ് രാജ്യം കാണുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അയോധ്യയിൽ നടത്തിയിട്ടുള്ള രാമക്ഷേത്ര പ്രതിഷ്ഠയും തുടർന്നുള്ള ക്ഷേത്ര ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ കാണുന്നത് അവർ ലക്ഷ്യം വെക്കുന്നത് വോട്ടാണ് എന്ന് തന്നെയാണ്. CAA രാജ്യത്തെ ഭിന്നിപ്പിക്കാനും വിഭജിക്കാനുമുള്ള നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തെ അനുവദിക്കില്ല എന്നും സതീശൻ. ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയും വിഭജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുള്ളൊരു നടപടിയാണ്. യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ ഗവൺമെൻറ്റിൻ്റെ ഈ ശ്രമത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെയാണോ സംസ്ഥാന ഗവൺമെൻറ്? അതിൽ മുഴുവൻ അവരെല്ലാം ഇരകളായി മാറിയിരിക്കുകയാണ്. ആ കേസിൽ നിരന്തരമായി 5 വർഷമായി CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ കോടതി കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി വോട്ടുണ്ടാക്കാനാണ് മുന്നണികളുടെ ശ്രമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ന്യൂനപക്ഷത്തെ കബളിപ്പിക്കുകയാണ് CPM-ഉം കോൺഗ്രസുമെന്ന് BJPയുടെ ആരോപണം. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടുമോ എന്നാണ് ഇരു മുന്നണികളും പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുകയാണ് LDF-ഉം UDF. പിണറായി വിജയൻ പറയുന്നത് ഞാനിവിടെ പൗരത്വ നിയമം നടപ്പാക്കില്ല എന്നാണ്. പിണറായി വിജയൻ ഇതിൽ എന്താണുള്ളത്? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം? മനസ്സിലാവുന്നേയില്ല. മുഖ്യമന്ത്രി വലിയ വർത്തമാനം പറയുകയാണ്, കേരളം നടപ്പാക്കില്ല. കേരളം എന്തിനാണ് നടപ്പാക്കുന്നത്? രാജ്യം നടപ്പാക്കിയ ഒരു നിയമം കേരളത്തിൽ എന്തിനാണ് പ്രത്യേകമായിട്ട് നടപ്പാക്കുന്നത്?